ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഫൈനൽ ലുക്കാണിത് കേട്ടോ. അത് ഞാൻ സാധാരണ ചെയ്യും പോലെ റൗണ്ടിൽ തന്നെയാണ് സ്റ്റിച്ച് പരിചയപ്പെടുത്തുന്നതും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുജാത. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വ്യത്യസ്ത മോഡലുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് ഒരു നല്ല രസമുള്ളൊരു സ്റ്റിച്ചാണ്, റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ്, ഡബിൾ റണ്ണിങ് സ്റ്റിച്ച്. രണ്ട് നൂലിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ മുമ്പേ ഉള്ള വീഡിയോകൾ കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അതിൽ ഞാൻ മോഡൽ തന്നിട്ടുണ്ട്, പാറ്റേൺ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത വർക്കിൻ്റെ മുകളിൽ കൂടെ വെറുതെ ജെൽ പേന കൊണ്ട് ഒരു റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് വിപ്പിഡ് വിത്ത് വീവും ഒക്കെ ചെയ്തുല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ വെറുതെ ഒരു ജെൽ പേന കൊണ്ട് ഒരു റൗണ്ട് വരച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് ആണ് ഇവിടുത്തെ ഭംഗി. ഗ്യാപ്പ് എല്ലാം, അതായത് റണ്ണിങ് രണ്ട് സ്റ്റിച്ചുകളുടെ അകലം അല്ലെങ്കിൽ എല്ലാ സ്റ്റിച്ചും ചെയ്യുന്നതിൻ്റെ അകലം ഒരേതായിരിക്കണം. ആ അകലത്തിൽ വേറൊരു നൂല് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ തുന്നുന്നത്. അപ്പോഴാണത് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ആവണത്. ഓക്കെ, അപ്പോൾ സ്റ്റിച്ചുകൾ തമ്മിലുള്ള അകലം, അതിൻ്റെ ഗ്യാപ്പ് ഒരേതായിരിക്കണം. എന്നാലേ ഈ സ്റ്റിച്ചിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ ചെയ്തതൊക്കെ ഗ്യാപ്പ്, സ്റ്റിച്ചുകൾ തമ്മിലുള്ള അകലം വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ ചെയ്യണ ഭംഗി. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴേക്കും ഗ്യാപ്പ് ഇട്ടിട്ട് കണ്ടോ, വീഡിയോയിൽ കാണുന്നില്ലേ, നല്ലോണം ഗ്യാപ്പ് ഇടണം. ഒരേ അകലമായിരിക്കണം. അതായത് സ്റ്റിച്ച് താഴത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഗ്യാപ്പും ഒരേതായിരിക്കണം എന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? വീഡിയോ വ്യക്തമല്ലേ? ഇനി ഈ ഗ്യാപ്പുകൾ ഞാൻ പച്ച നൂല് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് പച്ചയ്ക്ക് പകരം ഓറഞ്ചോ ചുവപ്പോ നീലയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴും ഓറഞ്ചല്ലേ ഞാൻ പൊതുവെ എടുക്കാറ്, അതിന് പകരം ഞാൻ പച്ച എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പ് കണ്ടോ, ഓരോ ഗ്യാപ്പിലും സെപ്പറേറ്റ് ആയിട്ട് കുത്തിയെടുക്കുക. പറ്റുമെങ്കിൽ വേണമെങ്കിൽ അപ്പുറത്ത് തൊട്ട സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ വലിക്കാം. കണ്ടോ, ഇതുപോലെ വലിക്കാം പറ്റുമെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്ന് കുത്തി താഴത്തേക്ക് ഇറക്കണം. ഇത് നല്ല ഭംഗിയുള്ള സ്റ്റിച്ചായിരിക്കും ചെയ്തു വരുമ്പോൾ. ഇതും നമുക്ക് ബോർഡറായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ലൈനൊക്കെ ആണെങ്കിൽ 4ഉം 5ഉം ലൈൻ വരയ്ക്കുക, അതിൽ ഈ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ബോർഡറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഒത്തിരി പാറ്റേൺ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഫൈനൽ ലുക്ക് ഇതായിരിക്കും. ഒരേ ഗ്യാപ്പിൽ കഴിയുന്നത്ര ഗ്യാപ്പ് കൊണ്ടുവരിക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പാറ്റേണാണ് പരിചയപ്പെടുന്നത്. ഞാൻ അടയാളം വെച്ചിരിക്കുന്നത് ചുരിദാറിൻ്റെ നെക്കിന്ന് താഴത്തേക്കുള്ള ഒരു മോഡലാണിത് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 5 ലീഫാണ്. 5 ലീഫിന് പകരം നമുക്കത് 10 ലീഫാക്കാം. എണ്ണങ്ങളൊക്കെ കൂട്ടാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് ഭംഗിയായിട്ട് വരച്ചിട്ട് ട്രേസ് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ അത് നേരിട്ട് വരച്ചു എന്നേ ഉള്ളൂ. 5 ലീഫിന് പകരം നിറയെ ലീഫ് ഇട്ടിട്ട് ഷോൾഡറിൽ നിന്ന് നമ്മുടെ താഴത്തെ പോർഷനിലേക്ക് ഇടും പോലെയാണ് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത്. താഴത്തെ പോർഷനിലേക്ക് വരയ്ക്കും പോലെയാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ പച്ച നൂല് കൊണ്ടാണ് ഞാൻ ബേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, എന്നാലും ഞാനൊരു മാറ്റി പിടിക്കാൻ വേണ്ടി പച്ച ചെയ്തു എന്നേ ഉള്ളൂ. ആദ്യം തന്നെ ഗ്യാപ്പിട്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ള നൂല് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വെള്ള നൂല്, അതായത് ഈ ഡബിൾ റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഡബിൾ നൂല് വെച്ചിട്ട് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അകലങ്ങൾ എന്താ പറയുക, ഒരേ അകലമായിരിക്കണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത. വേറെ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ ബോർഡർ സ്റ്റിച്ചായിട്ടാണ് നമ്മളിത് ധാരാളം ഉപയോഗിക്കുക. ഇത് മൊത്തം ഇപ്പം ഞാനത് ഫില്ല് ചെയ്യണം. കുറച്ച് സമയം വേണ്ടി വരുള്ളൂ. ഒരു പറയുന്നത് ചെറിയ പാറ്റേൺ അല്ലേ, നമ്മൾ വലിയ പാറ്റേൺ തോറും സമയം കൂടുതൽ എടുക്കും. പിന്നെ വേറെ പ്രത്യേകത എന്നുള്ളത്, ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഓരോ
ബീഡ്സ് വർക്ക് ചെയ്താൽ നല്ല സ്റ്റിച്ചായിരിക്കും, മനോഹരമായിരിക്കും. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ചിന് ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ആ വെളുത്ത സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ വെളുത്ത സ്റ്റിച്ച് കൂടെ ഓരോന്ന് അടുപ്പിച്ച് ഒന്നും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. പച്ചയും അങ്ങനെ തന്നെയാണ്. ഒരേ സ്റ്റിച്ച് വന്നിടത്ത് ഒന്നും കൂടി കുത്തിയിട്ടുണ്ട്. അങ്ങനെയാണിത് ഡബിളായിട്ട് തോന്നുന്നത്. സാധാരണ ഡബിൾ സ്റ്റിച്ച് പറഞ്ഞാൽ ഒന്ന് ചെയ്തിട്ട് അടുത്ത വേറെ സ്റ്റിച്ച് കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ഡബിൾ സ്റ്റിച്ച്. ഇത് ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ചുകൾ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഓരോന്നും കൂടെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഏകദേശം അത് ഫില്ലായി. ഇതിൻ്റെ മുമ്പേ പഠിപ്പിച്ച സ്റ്റിച്ചുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ എളുപ്പത്തിൽ ഞാൻ മനസ്സിലാവുന്ന വിധത്തിലാണ് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. റണ്ണിങ്, വിപ്ഡ് റണ്ണിങ് വിത്ത് വീവ്, അങ്ങനെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ 4ാമത്തെ സ്റ്റിച്ചാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ.